അഞ്ചൽ തടിക്കാട് അബ്ദുൽ ഖാദർ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിർച്വൽ റിയാലിറ്റി ലാബ്, ഇന്റലിജന്റ് ഇന്ററാക്റ്റീവ് പാനൽ എന്നിവ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വിർച്വൽ റിയാലിറ്റി ലാബ്, ഇന്റലിജന്റ് ഇന്ററാക്റ്റീവ് പാനൽ കുട്ടികൾക്ക് പുതിയ അറിവിന്റെ ലോകത്തേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ സഹായകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന് നേതൃത്വം കൊടുത്ത സ്കൂളിന്റെ മാനേജ്മെന്റിനെയും അധ്യാപകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഇത് കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകൾക്കും ഉള്ള ഒരു പൊതുമാതൃക കൂടിയാണ്. ഇത്തരം പുതിയ സംവിധാനങ്ങൾ കണ്ടുപിടിച്ച് പുതിയ കാലത്തേക്ക് നമ്മുടെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. It's not just learning, it's experiencing knowledge in a whole different dimension. These labs offer a dynamic platform for interactive learning and training. എയ്ഡഡ് സ്കൂളുകളിൽ പൊതു സാങ്കേതിക വിദ്യയിൽ മാതൃക കാട്ടി കൊല്ലം ജില്ലയിൽ ആദ്യ സ്കൂളെന്ന പൊതുചരിത്രം സൃഷ്ടിച്ച സ്കൂളാണ് തടിക്കാട് എ.കെ.എം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാലാൽ അധ്യക്ഷയായിരുന്നു. കെ.പി.സി.സി സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, ചെയർമാൻ എച്ച് ജവഹർ, പ്രിൻസിപ്പൽ ജെ സുജ, പ്രഥമാധ്യാപിക മിനിമോൾ എന്നിവർ സംസാരിച്ചു. ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഇന്ററാക്റ്റീവ് ടച്ച് പാനലിന്റെ സഹായത്തോടെ വെർച്വൽ റിയാലിറ്റി ലാബ് എന്നൊരു നൂതന സാങ്കേതിക വിദ്യ ഈ വർഷം ആരംഭിക്കുകയാണ്. കേരളത്തിൽ എയ്ഡഡ് മേഖലയിൽ രണ്ടാമത്തെ സ്കൂളും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിൽ ഒന്നാമത്തെ സ്കൂളുമാണ് ഞങ്ങളുടെ സ്കൂൾ എന്നത് ഞങ്ങൾ അഭിമാനിക്കുന്നു. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഇതിന്റെ ഇൻസ്റ്റലേഷൻ ഞങ്ങളുടെ സ്കൂളിൽ പൂർത്തിയാക്കിയത്. വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമ്മുടെ കുട്ടികളിൽ എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിവിധ മേഖലകളിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ ഷാജി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ അനസ്വാഗതവും PTA പ്രസിഡന്റ് ദിലീപ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.